ഈ ഒരു വാചകം അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം കരഞ്ഞതായിക്കൊണ്ട് ഈ അടുത്ത് പ്രചരിപ്പിക്കപ്പെട്ട ഒരു വീഡിയോയിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദുനിയ കുല്ലുഹാ ഖലീൽ, ദുനിയാവെന്നുള്ളത് കുറച്ചാണ്. ആഖിറത്തിനെ സംബന്ധിച്ച് ആഖിറവുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ദുനിയാവെന്നുള്ളത് ഖലീൽ, വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി കൊണ്ട് പറയുന്നുണ്ട്. ഖുർആനിൽ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യമായി കൊണ്ട് ഓതി വെച്ച ആയത്ത് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ദുനിയാവിൽ ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 ദിവസങ്ങളാണ്. ദുനിയാവിലെ 50,000 ദിവസമാണ് ആഖിറത്തിലെ ഒരു ദിനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ആയത്തിനെ ഓർത്തുകൊണ്ടായിരിക്കണം ഇബ്നു സമ്മാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാചകം നമ്മൾ കേൾക്കാൻ. അദ്ദുനിയ കുല്ലുഹാ ഖലീൽ, ദുനിയാവെന്നത് മുഴുവനായി നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് ചെറുതാണ്. വല്ലദീ ബഖിയ മിൻഹാ ഖലീൽ, ഇനി ആ ദുനിയാവിൽ എത്രയാണ് ബാക്കിയുള്ളത്? വല്ലദീ ബഖിയ മിൻഹാ ഖലീൽ, ഇനി ആ ചെറുതായിട്ടുള്ള കുറഞ്ഞ കാലദൈർഘ്യമുള്ള ആ ദുനിയാവിൽ ഇനി ബാക്കിയുള്ളതോ, നമുക്കായി ബാക്കിയുള്ളതോ, മിൻഹാ ഖലീൽ, അത് നമുക്കായി ബാക്കിയുള്ളതാകട്ടെ അതും കുറച്ചാണ് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾ നമ്മൾ ഇന്ന് കടന്നുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഞാനും അന്ത്യനാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരമാണ് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരലും മധ്യവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനും അന്ത്യനാളും ഇപ്രകാരമാണ്, അഥവാ എന്റെ നിയോഗമാണ് അന്ത്യനാളിന്റെ ഒന്നാമത്തെ അടയാളം എന്നുള്ളത്, എന്റെ മരണമാണ് അന്ത്യനാളിന്റെ രണ്ടാമത്തെ അടയാളം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഈ ദുനിയാവിനി നമുക്ക് മുന്നിലുള്ളത് വളരെ കുറച്ചാണ്. വല്ലദീ ബഖിയ മിൻഹാ ഖലീൽ, എന്നിട്ടോ ഇബ്നു സമ്മാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയും, വല്ലദീ ലക മിനൽ ബാഖി ഖലീൽ, ഇനി നമ്മളാകുന്ന വ്യക്തിക്ക് ആ ചെറിയ ദൈർഘ്യം കുറഞ്ഞ ആ ദുനിയാവിൽ ബാക്കിയുള്ളത് എന്താണ്? വല്ലദീ ലക മിൻഹാ അൽ ഖലീൽ, ഇനി നമുക്ക് ഓരോരുത്തർക്കും അതിലുള്ളത് എന്താണ്? വളരെ കുറച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അഅ്മാറു ഉമ്മതി ബൈന 60 വ 70. ഒരു മുസ്ലിം ഉമ്മത്തിന്റെ ദൈർഘ്യം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താകുന്ന നമ്മുടെ ആയുസായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമ്മുടെ അഅ്മാർ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്നുള്ളത് ബൈന 60 വ 70, 60 ഇടയിൽ 70 ഇടയിലാണ്. എന്നിട്ടോ മഹാനായ ഇബ്നു സമ്മാഖ് പറയും, വലം യബ്ഖ മിൻക മിനൽ ഖലീലിക ഇല്ലാ ഖലീൽ, ഇനി നമ്മുടെ ഓരോരുത്തരുടെയും കഴിഞ്ഞുപോയ ആയുസുകൾ കണക്ക് കൂട്ടുമ്പോൾ വലം യബ്ഖ മിൻ ഖലീലിക ഇല്ലാ ഖലീൽ, നമുക്ക് ആ കുറച്ച് കിട്ടിയ ആയുസ്സിൽ നിന്ന് ഇനി എത്ര ബാക്കിയുള്ളത്? ഇല്ലാ ഖലീൽ, കുറച്ചു മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുമ്പോൾ നമ്മുടെ ആയുസിന്റെ ചെറുപ്പത്തെക്കുറിച്ച്, നമ്മുടെ ദുനിയാവിന്റെ സമയത്തിന്റെ ദൈർഘ്യക്കുറവിനെ കുറിച്ച്, നമ്മുടെ ഈ ആയുസിന്റെ കുറവിനെ കുറിച്ച് നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ട സമയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ആഖിറത്തിന്റെ ആയുസ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? എന്തുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് കുറച്ചു മാത്രമേ ഈ ദുനിയാവിൽ ആയുസുള്ളൂ എന്ന് എന്തിനു വേണ്ടിയാണ് അവർ നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവകരമായി കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്. 2 പോയിന്റുകളാണ് ഈ ഹദീസുകളിൽ നിന്നും ഇബ്നു സമ്മാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വർത്തമാനങ്ങളിൽ നിന്നും 2 പോയിന്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്നാമതായിക്കൊണ്ട് അദ്ദുനിയ ഖലീൽ, ദുനിയാവെന്നുള്ളത്, ഈ ദുനിയാവെന്നുള്ളത് ചെറുതാണ്. ദുനിയാവെന്നുള്ളത് എല്ലാ നിലക്കും ചെറുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമാകുന്ന നഈമിന്റെ അനുഗ്രഹത്തിന്റെ ഗേഹം അതുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ ദുനിയാവിലെ സകല അനുഗ്രഹങ്ങളും വല്ലാതെ ചെറുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമാകുന്ന ലോകത്തിനെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ ദുനിയാവിന്റെ വലുപ്പവും വല്ലാതെ ചെറുതാണ് ഈ ദുനിയാവ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കണക്ക് കൂട്ടിയ അസ്ർ കാലം വെച്ച് നോക്കുമ്പോഴും ഈ ദുനിയാവിന്റെ ആയുസ്സും വല്ലാതെ ചെറുതാണ്. എല്ലാ നിലക്കും ചെറുതായ ഈ ദുനിയാവിന് നമ്മൾ വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗൗരവകരമായി കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട പോയിന്റ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈന്തപ്പന ഓലയിന്മേൽ കിടക്കുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് ലയ്യിനായ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയ ഒരു മെത്തയിൽ കിടന്നുകൂടെ എന്ന് ചോദിച്ച സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നമ്മൾ ഒരുപാട് മാത്രം നമ്മൾ കേട്ടതാണ്. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് തുളച്ചു കയറിയിട്ടില്ല. നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈന്തപ്പന ഓലയുടെ മേൽ കിടക്കുകയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, റസൂൽ എന്തിനാണ് താങ്കൾ ഞങ്ങളുടെ രാജാവല്ലേ, ഞങ്ങളുടെ നേതാവല്ലേ, കിസ്റാ കൈസറുമാർ കിടക്കുന്ന അവരുടെ കിടക്കകൾ നിങ്ങൾക്കറിയില്ലേ, ഞങ്ങളുടെ നേതാവായ താങ്കൾ കുറച്ചുകൂടി സോഫ്റ്റായ മെത്തയിൽ കിടന്നുകൂടെ എന്ന് ചോദിക്കപ്പെട്ട സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് സ്വഹാബ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനും ദുനിയാവും തമ്മിലുള്ള ബന്ധം പറഞ്ഞു തരികയാണ്. ഒരു മുഅ്മിനും അവന്റെ ദുനിയാവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇല്ലാ കറാകിബിൻ, ഒരു യാത്രക്കാരനെ പോലെയാണ്. നമ്മളും നമ്മുടെ ദുനിയാവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം? ഇല്ല കറാകിബിൻ, ഒരു യാത്രക്കാരനെ പോലെ ആയിരിക്കണം. ആ യാത്രക്കാരന് ദുനിയാവുമായി എന്ത് ബന്ധമാണുള്ളത്? അവൻ ക്ഷീണിക്കുമ്പോൾ, ക്ഷീണം വരുമ്പോൾ
നമ്മൾ റെസ്റ്റ് റൂമിൽ അഥവാ നമ്മൾ ദീർഘമായ യാത്രയിൽ ചിലയിടങ്ങളിൽ 2-3 മണിക്കൂർ ഒരു ഫ്ലാറ്റ് എടുത്ത് അല്ലെങ്കിൽ ലോഡ്ജ് എടുത്ത് ഒരു റൂം എടുത്ത് ഒന്ന് ഫ്രഷ് ആവാനും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ചില സമയത്ത് ദീർഘയാത്രകളിൽ നമ്മൾ റൂം എടുക്കാറുണ്ട്. ആ സമയത്ത് ആ വിശ്രമിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിച്ച് ആ സ്ഥലത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അവിടുത്തെ ഒന്നും നമ്മൾ എടുത്തു പോകാറില്ല അല്ലേ. ഒരു ചെറിയൊരു വാടകയ്ക്ക് 5 മണിക്കൂറും 10 മണിക്കൂറും നമ്മൾ വിശ്രമത്തിനായി എടുത്ത റൂമിന് ആ റൂമിലുള്ള ഒന്നും നമ്മൾ തിരിച്ച് ആ റൂമിൽ നിന്ന് ചെക്കൗട്ട് ആകുമ്പോൾ ഒന്നും കൊണ്ടുപോകാറില്ല. ആ റൂമിന് നമ്മളൊരു പ്രാധാന്യവും കൊടുക്കാറില്ല. പക്ഷെ കൊടുക്കുന്ന പ്രാധാന്യം എന്നുള്ളത് ഇതൊരു വിശ്രമഗേഹം മാത്രമാണ്. ഒരു 10 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകേണ്ടവനാണ് എന്ന ചിന്തയിലായിരിക്കും നമ്മൾ അവിടത്തേക്ക് ചെക്ക് ഇൻ ചെയ്യുക തന്നെ. അപ്രകാരമായിരിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മൾ ദീർഘമായ യാത്രയിലാണ്, പരലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ആ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ആരാധിക്കാനായിക്കൊണ്ട് നമുക്ക് തന്ന വിശ്രമ സ്ഥലം മാത്രമാണ് ഈ ദുനിയാവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഹദീസുകൾ കേട്ടു, ആയത്ത് കേട്ടു, പണ്ഡിതന്മാരുടെ ഖൗല് കേട്ടു. ഈ 3 കാര്യങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് ദുനിയാവുമായി എന്നുള്ളത്. നമ്മുടെ ടാർഗറ്റ് എന്താണ്? നമ്മുടെ ടാർഗറ്റ് ആയിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആഖിറത്താണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോടും ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മളും ദുനിയാവും തമ്മിലുള്ള നിലവിലുള്ള ബന്ധം എങ്ങനെയാണെന്ന്. നമ്മുടെ ടാർഗറ്റ് ഒരുപാടുണ്ട്. നല്ലൊരു വീട്, നല്ലൊരു വാഹനം, അങ്ങനെ തുടങ്ങി ഒരുപാട് അല്ലെ, ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു ബിസിനസ് എന്ന് തുടങ്ങി ഒരുപാട് ടാർഗറ്റ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. ഇത്ര സ്ഥലം വാങ്ങണം, ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. അങ്ങനെ ഇത്ര സമ്പാദ്യം എനിക്ക് ഉണ്ടാക്കണം എന്നതിനപ്പുറം സ്വർഗമാകുന്ന ആഖിറമാകുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് പ്ലാനുകളാണ് നമ്മൾ വരച്ചിട്ടുള്ളത് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന 60 മാക്സിമം പോയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 70 വർഷം നമ്മൾ ജീവിക്കുകയാണ്. ആ 70 വർഷം എത്ര മണിക്കൂറാണ് നമ്മൾ വെറുതെ ഒരു കണക്കൂട്ട്, ഒരു 1000 മണിക്കൂറാണ് മുഴുവനായിക്കൊണ്ട് നമ്മുടെ ആയുസ് നമുക്ക് കിട്ടിയതെങ്കിൽ ആ 1000 മണിക്കൂറിൽ എത്ര മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു ഗൗരവത്തോടെ ചിന്തിക്കുക. എത്ര മണിക്കൂർ റബ്ബിന് വേണ്ടി നമ്മൾ ചിലവഴിച്ചു എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിനക്ക് ഇത്ര സാഅത്ത് മണിക്കൂറുകൾ ഉമർ നിനക്ക് ഞാൻ നിനക്ക് ഔദാര്യമായി തന്നു. 60 തന്നു, 70 തന്നു, 55, 35 തന്നു. നീ എന്തു ചെയ്തു? ഇത്രയും സമയത്ത് എത്ര സമയം എനിക്ക് വേണ്ടി നീ ചിലവഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് മറുപടിയുണ്ട് പറയാൻ? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക. ഒരു ഒറ്റ ഉത്തരം പറയാൻ പറ്റും. നമുക്ക് ദുർബലനാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മുന്നിൽ ഒന്നും പറയാനില്ല ഉത്തരം എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ്. പരലോകത്തിന്, ആഖിറത്തിന് നമ്മൾ കൊടുക്കുന്ന ചിന്ത അല്ലെങ്കിൽ പ്രാധാന്യം എന്നുള്ളത് കുറവാണെന്നുള്ളത് വല്ലാത്തൊരു വസ്തുതയാണ്. നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിനുവേണ്ടി നമ്മൾ വല്ലാതെ അങ്ങ് പണിയെടുക്കുന്നുള്ളതാണ്. നമുക്കൊരു ജോലി വേണം, വല്ലാതെ നമ്മൾ കഠിന പ്രയത്നം നടത്തും. നമുക്ക് നല്ലൊരു വീട് വേണം, നമ്മൾ അതിന്റെ കൂടെ വീട് പണി കഴിയുന്നത് വരെ ആ വീട് പണി നമ്മളല്ല എടുക്കുന്നെങ്കിൽ പോലും ആ വീടിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ഗൃഹനാഥൻ അതിന്റെ കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ മക്കളുടെ കല്യാണമായി അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ കല്യാണം ഏറ്റവും ഭംഗിയിൽ നടക്കുവാൻ വേണ്ടി ആ വീട്ടിലെ ഗൃഹനാഥൻ, ആ വീട്ടിലെ കാരണന്മാർ അതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം നമ്മൾ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കേണ്ടതില്ല. എന്തു പണിയാണ്, എന്ത് ആത്മാർത്ഥതയാണ് ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം മുടങ്ങാതെ പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്ന, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിരുന്ന സ്വഹാബത്തിനോടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബ, നിങ്ങൾക്കങ്ങ് വെറുതെ സ്വർഗത്തിൽ പോയി കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വെറുതെ അങ്ങ് രക്ഷപ്പെട്ടു പോവാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് സ്വഹാബത്തിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം നമ്മളിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ എത്ര ഗൗരവമാണ്, എത്ര മഹത്വരമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ശഖി, ഒരു ദൗർഭാഗ്യവാൻ, അവൻ ദുനിയാവിൽ ജീവിച്ചത് മുഴുവനും ഒരു ഭാഗ്യം കെട്ട ജീവിതമാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് ശക്തിയായി ജീവിക്കുകയാണ്. അങ്ങനെ എന്നാലും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഒരു ത്വാഅത്തും ഒഴിവാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുകയാണ്, അവന് ഖബറിൽ വെച്ച് ലഭിക്കുന്ന ഒന്നാമത്തെ സന്തോഷ വാർത്ത, അവന് ഖബറിൽ വെച്ചുകൊണ്ട് ലഭിക്കുന്ന ഒന്നാമത്തെ സന്തോഷ വാർത്തയുടെ തോത് പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുകയാണ്. ആ ശഖീന്, ആ ദൗർഭാഗ്യവാന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ കൊടുക്കുന്ന ഒന്നാമത്തെ സന്തോഷ വാർത്ത അവന്റെ മുഴുവൻ ഭാഗ്യം കെട്ട ജീവിതവും അവൻ മറന്നുപോകുമെന്നുള്ളതാണ്. തുസീൻ, അവന്റെ ദുനിയാവിലെ എല്ലാ ജീവിതവും അവന് അലങ്കാരമായി തോന്നും. അവന്റെ ഭാഗ്യം കെട്ട സകല ജീവിതവും അവൻ മറന്നുപോകുമെന്നുള്ളതാണ്. അത്രയും നിസാരമാണ് ഈ ദുനിയാവ് എന്നുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, ഹംസത്തും മിനന്നാർ, നരകത്തിലൊരു മുക്കിയെടുക്കൽ എടുത്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ സകല സുഖങ്ങളും നമ്മൾ മറന്നു പോകുമെന്നുള്ളതാണ്. അത്രയും നിസാരമാണ് ഈ ദുനിയാവിലെ സുഖങ്ങൾ എന്നുള്ളത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നരകത്തിലൊന്ന് മുക്കിയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ച ഹലാലും ഹറാമുമായ സകല സുഖങ്ങളും നമ്മൾ മറന്നു പോകുമെങ്കിൽ അത്രയും കാഠിന്യമാണ് നരകം എന്നുള്ളത്. പണ്ഡിതന്മാർ ചോദിക്കുകയാണ്, ഒന്ന് മുക്കിയെടുക്കുമ്പോഴേക്ക് ദുനിയാവിലെ സകല സുഖങ്ങളും നമ്മൾ മറന്നു പോകുമെങ്കിൽ കൈഫ ബിദുഖൂലി, പിന്നെ അതിലേക്ക് പ്രവേശിച്ച് ശാശ്വതമായി കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം എന്നോടും നിങ്ങളോടുമാണ്. അതുകൊണ്ട് പറയാനുള്ളത്, നമ്മൾ ആഖിറത്തിനെ ഗൗരവകരമായി എടുക്കേണ്ടതുണ്ട്. ഗൗരവമായി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നാമതായിക്കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. മഹാനായ ഒരു സ്വഹാബിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് ഞാൻ കണ്ടത് അദ്ദേഹം തഫക്കുർ നടത്തുമായിരുന്നു, വല്ലാതെ ചിന്തിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫലാ യതദബ്ബറൂൻ, നിങ്ങൾ ചിന്തിക്കണില്ല എന്നുള്ളത് ചോദിക്കണില്ലേ? അപ്രകാരം ആ ആയത്തിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു സ്വഹാബിയുടെ പ്രത്യേകതയായിക്കൊണ്ട് എൻ്റെ പത്നി പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ പ്രത്യേകത എന്നുള്ളത് അദ്ദേഹം ഒരുപാട് ചിന്തിക്കും എന്നുള്ളതാണ്. പരലോകത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയാണ് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം നമ്മുടെ ആഖിറത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം എന്നാണ്. എങ്ങനെ ചിന്തിച്ചു തുടങ്ങുക? പടച്ചോനെ, എൻ്റെ ആഖിറത്തിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിച്ചു തുടങ്ങണം. നമ്മൾ എന്തുണ്ടാക്കി അതിലേക്ക് എന്ന് നമ്മൾ ആലോചിച്ച് തുടങ്ങണം. നമ്മുടെ പരലോകത്ത്, പരലോകം തുടങ്ങുന്ന ഖബർ മുതലാണ്. ഖബർ മുതൽ പരലോകം തുടങ്ങി. അല്ലാഹുവേ, ഖബറിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മുതൽ ആ ചിന്ത മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മാനസാന്തരം ഉണ്ടാവും, പടച്ചോനെ പേടിക്ക വരും. ഓരോ മരണങ്ങളും നമുക്ക് നൽകേണ്ട സന്ദേശങ്ങൾ പരലോക ചിന്തയാണ്. ഈ അടുത്ത് 2 മുമ്പ് മരണപ്പെട്ടു പോയ ഇസ്റ്റം ഗേൾസ് ഓർഗനൈസേഷന്റെ മെമ്പർ കൂടിയായ ഒരു ചെറുമകൾ, 10ാം ക്ലാസ് പ്രായമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവൾ മരിച്ചത് ക്യാൻസർ കാരണത്താലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ ഖബർ വിശാലമാക്കുകയും അവൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മകളുടെ മയ്യത്ത് നിസ്കരിക്കാൻ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമായിക്കൊണ്ട് ഒരു 10ഓളം വിദ്യാർത്ഥികൾ ഞങ്ങൾ പോയി കൊയിലാണ്ടിയത്. പോകാനുള്ള കാരണം എന്താണെന്നറിയാം? ആ കുട്ടി ഞങ്ങൾക്ക് നേരിട്ട് പരിചയമില്ല, കുട്ടി ആരാന്ന് പോലും അറിയില്ല, കുട്ടീനെതിരെ കണ്ടിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങളൊരു 10 വിദ്യാർത്ഥികൾ അവളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പോയി എന്നതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് പറയാനുള്ളത്, അവൾ സ്ഥിരമായി CRE പോലുള്ള ദീനി ക്ലാസ്സുകളിൽ അവൾ അസുഖബാധിത ആവുന്നതിന് മുമ്പ് സ്ഥിരമായി പങ്കെടുക്കുന്നുള്ള. അപ്പൊ ഞങ്ങൾക്കൊരു ഇസ്ലാമികരമായ അവളുടെ ഒരു മഹബത്ത്, ഒരു ഇഷ്ടം വന്നു. അങ്ങനെ നമ്മുടെ അസുഖം വരുന്നതിന് മുമ്പ് നമ്മുടെ ദീനി ക്ലാസ്സുകളിൽ സ്ഥിരമായി വന്നിരുന്ന ഒരു മകൾ അവളുടെ മയ്യത്ത് നിസ്കരിച്ചില്ല, പിന്നെ എന്താ ചെയ്യാന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവളുടെ മയ്യത്തിലേക്ക് പോയെന്ന്. അവളായിട്ട് ഒരു പരിചയമില്ല, എന്നിട്ട് പോലും അവളുടെ മയ്യത്ത് നിസ്കരിക്കണമെന്ന വാശിയിൽ ഞങ്ങൾ അവളിലേക്ക് ചെന്നു എന്നുള്ളതാണ്. അവൾ എന്തു ബാക്കി വെച്ചു? ഞാൻ അങ്ങനെ ആലോചിച്ചു, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, ആ കുട്ടി എന്താ ബാക്കി വെച്ച ദുനിയാവിൽ? അവൾ CREക്ക് വന്നു എന്നുള്ളത് കൊണ്ടല്ലേ പരിചയമില്ലാത്ത ഞങ്ങളെ പോലത്തെ 10 ആൾക്കാർ അവളുടെ മയ്യത്ത് നിസ്കാരത്തിന് വന്നു. അത് അവൾ നല്ലൊരു അഡ്രസ് അവൾക്ക് ബാക്കി വെച്ചു എന്നുള്ളതാണ്. അവളുടെ ഖബറിലേക്ക്, അവളുടെ പരലോകത്തിലേക്ക് അവൾ നല്ലൊരു അഡ്രസ് ബാക്കി വെച്ചു എന്നുള്ളതാണ്. അങ്ങനെ നല്ലൊരു അഡ്രസ് നമ്മളും ബാക്കി വെക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ഓടുകയാണ്. ഈ ഒരു സംസാരത്തിന്റെ എൻ്റെ ഉദ്ദേശം എന്നുള്ളത്, നമ്മൾ ഓരോരുത്തരും ദുനിയാവിന്റെ പിറകെ വല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആഖിറത്തിനെ അങ്ങ് മറന്നുപോവാണ്. 5 നേരം നമ്മൾ നിസ്കരിക്കുമ്പോൾ പോലും നമുക്ക് ആഖിറം കൽബിലേക്ക് വരുന്നില്ല. നമ്മൾ ആഖിറത്തിനെ പറ്റി ചിന്തിച്ചു തുടങ്ങണം. നഷ്ടപ്പെട്ടു. അഥവാ 10ാം ക്ലാസ്സിലുള്ള പ്രായമുള്ള മൂന്നാളെ പറഞ്ഞു, അഥവാ മരണത്തിനൊരു പ്രായമേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമില്ല അതിന്, എപ്പോഴും മരിക്കും. അതുകൊണ്ട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറഞ്ഞതുപോലെ നമ്മളൊന്ന് ജീവിക്കുക. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും പരലോക ജീവിതം സ്വർഗ്ഗ തുല്യമാക്കി തെരുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد. ആദരണീയരായ സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിച്ച് അവനെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പ്രവാസ ലോകത്താണ്. അദ്ദേഹത്തിന് ആഴ്ചയിൽ ഒരു ദിനം ലീവ് ഉണ്ടാവും, വെള്ളിയാഴ്ച. അദ്ദേഹത്തിന് വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് ഡ്യൂട്ടി സ്ഥലത്ത് എത്തണം. അങ്ങനെ അസർ മഗ്‌രിബൊക്കെ ആവും പണി ചെയ്യാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉദയം വരെ പള്ളിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൂലി കിട്ടുന്ന കാര്യമായിട്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ഹജ്ജ് ഉംറയും ചെയ്ത കൂലിയാണ്. അത്രയും നേരം പള്ളിയിൽ ഇബാദത്തുമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കൂലി കരസ്ഥമാക്കാൻ വേണ്ടി അദ്ദേഹം എന്താ ചെയ്യാറ്? പ്രത്യേകിച്ച് പ്രവാസികൾ, കുറച്ചെങ്കിലും പ്രവാസം രുചിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലീവ് ഒരു ദിവസം ലീവ് ആയി കഴിഞ്ഞാൽ അന്ന് ഫുൾ ടൈം ഉറങ്ങുക, സുബഹി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഉറങ്ങുക എന്നുള്ളതാണ് പൊതുവെ ടാർഗറ്റ് ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം ചെയ്തിരുന്നത് എല്ലാ വെള്ളിയാഴ്ചയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവുള്ള ദിവസങ്ങൾ അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യം എന്നുള്ളത്, അന്നത്തെ ദിവസം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന, അന്ന് അദ്ദേഹത്തിന് ഫ്രീ ആയി, അദ്ദേഹം ആ ഫ്രീ ടൈം എന്തിനും ഉപയോഗപ്പെടുത്തി ആ കൂലി കരസ്ഥമാക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചു എന്നുള്ളത്. ഈ ഉദാഹരണം പറഞ്ഞു വെച്ചത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോഴും അദ്ദേഹം ആഖിറത്തിനൊരു പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ഖബറിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. നമ്മളും ചിന്തിച്ചു തുടങ്ങണം, നമ്മളും അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങണം. അഥവാ നമ്മൾ
ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണം. നമ്മൾ പൊതുവേ ചില യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കിംഗ് കേൾക്കാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വെറും ദുനിയാവ് മാത്രം അറിയുന്ന ആളുകളുടെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം, അവർക്ക് നമുക്ക് നൽകാനാവുന്ന ദുനിയാവ് മാത്രമാണ്. ദുനിയാവിനോടുള്ള അടങ്ങാത്ത പ്രണയവും സ്നേഹം മാത്രമാണ് അവർക്ക് നമ്മൾക്ക് ഉപദേശമായി നൽകാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മളും വല്ലാതെ ആവേശഭരിതമായിക്കൊണ്ട് ചില ആഖിറത്തിന്റെ ചില ഘടകങ്ങളെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ദുനിയാവിന് വേണ്ടി നമ്മൾ വല്ലാതെ അങ്ങ് പരിശ്രമിക്കും. അങ്ങനത്തെ ആളുകളുടെ സംസാരം നമ്മൾ ജാഗ്രതയോടെയായിരിക്കണം കേൾക്കേണ്ടത്. അഥവാ ഉറങ്ങാതെ പള്ളിയിൽ പോവാതെ നിങ്ങൾ അതിനുവേണ്ടി പഠിക്കണം എന്ന് ചില ആളുകളൊക്കെ മോട്ടിവേഷൻ തരും. അഥവാ ചില എക്സാം വരുമ്പോൾ, ചില ജോലിക്ക് വേണ്ടിയുള്ള വല്ലാതെ എക്സാം വരുമ്പോൾ, അല്ലെങ്കിൽ ചില ബിസിനസ്സിന് വേണ്ടി വല്ലാതെ പരിശ്രമിക്കണമെന്ന ചില മോട്ടിവേഷൻ നമുക്ക് കിട്ടുമ്പോൾ ദുനിയാവ് അറിയുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് അതേ നമുക്ക് നൽകാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ആളുകൾ നമുക്ക് മോട്ടിവേഷൻ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതിലങ്ങ് വല്ലാതെ ഭ്രമിച്ചു പോകരുത്. ദുനിയാവ് എന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ദുനിയാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ വല്ലാതെ പേടിക്കുന്നുണ്ട് ഉമ്മത്തി. എന്താ പേടിക്കണേ? ദുനിയാവ് നമ്മുടെ മുന്നിൽ തുറന്ന് നൽകപ്പെടുന്നതിന്, വല്ലാതെ തുറക്കപ്പെടുന്നത് ഞാൻ പേടിക്കുന്നുണ്ടെന്ന്. എന്തിനാണ് റസൂൽ പേടിച്ചത്? ദുനിയാവ് വല്ലാതെ വിശാലമാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മളൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ദുനിയാവിൽ എപ്പോഴും പേടിക്കുക. പൈസ, ഒരുപാട് പണം ഉണ്ടാവുന്നത് തെറ്റല്ല, പക്ഷെ പണം ഉണ്ടാവുമ്പോഴും മനസ്സിലൊരു പേടി വേണം. എന്ത്? പഠിച്ചോനെ അങ്ങനെ മറന്നു പോകും, പഠിച്ചോനെ ഞാൻ മറന്നു പോകും എന്നൊരു പേടി വേണം. അത് ഈമാന്റെ അടയാളമാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക്, എനിക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചോ നിഅമത്ത് വന്നിട്ടും അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഹക്കൊക്കെ ഞാൻ കൊടുക്കണില്ലേ എന്നൊരു ചിന്ത വേണം. അത് ഈമാന്റെ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് സുന്നത്തുകൾ കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു സുന്നത്താണ് വീട്ടിൽ നിന്ന് തന്നെ വുളു എടുത്ത് വരിക എന്നുള്ളത്. അതിൻ്റെ ഒരു കൂലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ വരികയാണെങ്കിലും നടന്നു വരികയാണെങ്കിലും നമ്മുടെ ഓരോ കാലടി വെക്കുമ്പോഴും നമ്മുടെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ദറജ ഏറ്റപ്പെടുകയും മറ്റൊരു കാലടിയിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിആറുകൾ, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾ നിലനിന്ന് പോകുന്നത് നമ്മുടെ കൂടി ആവശ്യമാണ്. അത് അള്ളാഹുവിൻ്റെ മതചിഹ്നത്തിൽപ്പെട്ടതാണ് പള്ളി, മസ്ജിദുകൾ എന്നുള്ളത്. ഈ ലോകത്ത് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അഹ്ലുസുന്നയായിക്കൊണ്ട് ഗണിക്കപ്പെടുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യപ്പെടുന്ന പള്ളികൾ നിലനിന്ന് പോവുക, ഏറ്റവും ഭംഗിയായിക്കൊണ്ട് ഒരു കഷ്ടപ്പാടുമില്ലാതെ നാട്ടിലെ പള്ളികൾ മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരിക്കണം. അതുകൊണ്ട് ഈ പള്ളിക്ക്, എല്ലാ പള്ളിക്കുള്ളതുപോലെ ഈ പള്ളിക്കും അതിൻ്റെതായ ചിലവുകളുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അതിൻ്റെ പിരിവുകൾ നടക്കാറുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു വെള്ളിയാഴ്ചയും അതിൻ്റെ പിരിവുണ്ടാവും. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്ന ഒരു തുക അതിൽ നിക്ഷേപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ 1 കോടിയിലധികം വരുന്ന ഒരു ലൈബ്രറി പ്രൊജക്ട്, 1 കോടി 1-2 കോടിക്കധികം മേലെ വരുന്ന ഒരു വലിയൊരു ലൈബ്രറി, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ലൈബ്രറി മിനിയൂട്ടിയിലെ ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ക്യാമ്പസിലാണ് വരുന്നത്. ഒരാൾ വല്ലാതെ അസൂയ തോന്നിപ്പോയി ആ മനുഷ്യനോട്. ഒരു വ്യക്തി വന്നിട്ട് ജാമിയയിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, ആ ബിൽഡിങ്ങിന്റെ മൊത്തം കരാർ ഞാൻ ഏറ്റെടുത്തു എന്നാണ്. അതോ അതിന്റെ ഒരു പണവും നിങ്ങൾ ആരുടെ പിരിക്കേണ്ട, മുഴുവനായിക്കൊണ്ടും ഞാൻ ആ ലൈബ്രറി കെട്ടിടത്തിനുള്ള തുക സ്പോൺസർ ചെയ്തു എന്ന് പറയണമെങ്കിൽ, ആ ഉദാഹരണം ഇവിടെ പറഞ്ഞു വെച്ചതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സ്വർഗത്തിന് വേണ്ടി, അഥവാ അതൊരു ജാരിയായ സ്വതക്കാണല്ലോ അല്ലേ, ഒരു ലൈബ്രറി ഫുൾ ടൈം വായന നടക്കും, അങ്ങനെ ഒരു ലക്ഷ്യം കൊണ്ട്, അഥവാ കൂലി പരമാവധി സമ്പാദിക്കണം എന്നുള്ളതുകൊണ്ട്, പണം ഒരുപാട് ഉള്ളോണ്ടായില്ല, കൊടുക്കാനുള്ള മനസ്സ് വേണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പോകുന്നത് എന്ന കഥ ഇവിടെ ഓർമ്മിപ്പിച്ചത്. നമ്മളും എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കി പോവാൻ ശ്രദ്ധിക്കുക. സ്വതക്കൊക്കെ നമ്മുടെ മനസ്സിലെ, നമ്മുടെ ജീവിതത്തിലെ പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖുകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്, വലുതും ചെറുതുമായി. ഈ അടുത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടതായിക്കൊണ്ട്, കൊയിലാണ്ടി പരിസരത്ത് പ്രത്യേകിച്ച് മരണപ്പെട്ടതായിക്കൊണ്ട് വാർത്ത ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഖബർ എന്ന പരലോകത്തിന്റെ ആദ്യ കവാടത്തിൽ തന്നെ വിജയിക്കുവാനും സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ വിരിച്ചു കൊടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിനെ ദുനിയാവായി കണ്ടുകൊണ്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന ത്യാഗശീലന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, പരലോകത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുസ്ലിമീങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് ഫലസ്തീനിലെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, സുഡാനിലെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, സിറിയയിലെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, അങ്ങനെ സ്ഥലങ്ങളിലായിക്കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ
വിജയവും സമാധാനവും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം, മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അള്ളയും റസൂലും പരിഗണിച്ച് അള്ളയും റസൂലും പറഞ്ഞതിനനുസരിച്ച് തീരുമാനമെടുക്കുന്ന ആളുകളാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിതിനാ വ ഷാഹിദിനാ വ ഗായിബിനാ വ സഗീരിനാ വ കബീരിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك، اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب العالمين. أقم الصلاة.